ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുഞ്ഞടുക്കളയുടെ വിശേഷങ്ങളാണ്. ഞാനത് ഷെയർ ചെയ്യുന്നതിന് കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരുപാട് കാശുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എല്ലാം ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാം. പക്ഷേ എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു, അതിനപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു. ആ ബഡ്ജറ്റ് നിർത്തിക്കൊണ്ട് ഞാൻ എങ്ങനെ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഈ വൈറ്റ് കിച്ചൺ എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ നമുക്ക് മുന്നിലുണ്ടായിരുന്നത് കൗണ്ടർ ടോപ്പ് വൈറ്റ് ആക്കണം എന്നുള്ളത്. കൗണ്ടർ ടോപ്പ് വൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അന്നുണ്ടായിരുന്ന മെയിനായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നാനോ വൈറ്റ് ആയിരുന്നു. നാനോ വൈറ്റിൻ്റെതെന്ന് പറഞ്ഞാൽ ആ ബഡ്ജറ്റ് എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അന്നേരം അത് ചിന്തിക്കാനേ പറ്റത്തില്ലായിരുന്നു നാനോ വൈറ്റ് എന്നുള്ളത്. അതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ഞാൻ യൂട്യൂബിനകത്തും ഗൂഗിളിനകത്തും സെർച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഉറക്കമില്ലാതെ സെർച്ച് ചെയ്തെന്ന് പറയുന്നതായിരിക്കും സത്യം. അങ്ങനെ എന്തായാലും എനിക്ക് കിട്ടിയൊരു ഓപ്ഷനാണ് ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈല്. അപ്പം ഞാനിത് കണ്ടുകൊണ്ട് ഇവിടെ പല കടകളിലും ആ സമയത്ത് വിളിച്ച് ചോദിച്ചു. പലർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല, വലിയ കടകളിലുള്ളവർക്ക് മാത്രമേ ഇതിനെപ്പറ്റി അറിയത്തുള്ളായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലൊട്ടിക്കുന്ന, അതായത് ആ വാളിലൊട്ടിക്കുന്ന ടൈൽ എടുക്കാനായിട്ട് തുഷാര മാർബിൾസിൽ പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഈ ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈല് കിട്ടിയെങ്കിലും എൻ്റെ കൺഫ്യൂഷൻ തീർന്നില്ല. പറയുന്നവരെല്ലാം എന്നെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം വൈറ്റ് ടൈൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കളറ് പിടിക്കും, പിന്നെ അതിന് എന്തെങ്കിലും സ്ക്രാച്ചസ് ഒക്കെ വീണ് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാലോ അത് മൊത്തത്തിൽ നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ ഒരുപാട് കോസ്റ്റ് ആവും, നഷ്ടമാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഞാനെന്തായാലും അത് തന്നെ വാങ്ങി. കൗണ്ടർ ടോപ്പും വാൾ ടൈലും എല്ലാം വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കബോർഡുകൾ ഫുൾ വൈറ്റ് കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. പല കളറും നോക്കി അവസാനം ഗ്രേക്കകത്ത് വന്ന് നിന്ന്. ഗ്രേയും വൈറ്റും കൂടെ ആകുമ്പോൾ നല്ല കോമ്പിനേഷൻ ആയിരിക്കുമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ ഗ്രേ കളറും വൈറ്റും കൂടെ ചേർന്ന് ഞങ്ങളുടെ കിച്ചൺ റെഡിയാക്കി. ഞാൻ പിന്നെ കിച്ചണിലേക്കുള്ള മിക്കവാറും എല്ലാ സാധനങ്ങളും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അത് ഞാൻ വീട് പണി തുടങ്ങുന്ന സമയം തൊട്ടേ ഇങ്ങനെ വാങ്ങുമായിരുന്നു. അപ്പോൾ ഉമ്മ എന്നോട് ചോദിക്കുമായിരുന്നു, ഹസ്ബൻഡും ചോദിക്കുമായിരുന്നു, എന്തിനാ ഇപ്പോഴേ ഇങ്ങനെ വാങ്ങുന്നതെന്ന്. അപ്പോൾ അവസാനം വരുമ്പോൾ എല്ലാ സാധനങ്ങളും കൂടെ വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ളതും നമുക്ക് ഇഷ്ടപ്പെട്ടതുമായ പല സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റാതാവും. അതുകൊണ്ട് കുറച്ചായിട്ട് ഞാൻ എല്ലാം ഇങ്ങനെ വാങ്ങി വെച്ചിരുന്നു. അവസാനം വന്നപ്പോൾ എനിക്ക് അതുകൊണ്ട് പാടില്ലായിരുന്നു, ഒന്നും വാങ്ങണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കിച്ചണിൽ കയറി വരുന്നവരൊക്കെ പറയാറുണ്ട് നല്ല വെട്ടമാണെന്ന്. എനിക്കും അത് തന്നെ ആയിരുന്നു വേണ്ടത്. നമ്മൾ രാവിലെ എണീറ്റ് വന്ന് കിച്ചണിലോട്ട് കയറുമ്പോൾ നമുക്കതൊരു പോസിറ്റീവ് എനർജി ആയിരിക്കണം. വൈറ്റ് കൗണ്ടർ ടോപ്പ് ആയതുകൊണ്ട് എനിക്ക് ഇതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും പാചകം ചെയ്യുന്ന സമയത്ത് വീണാൽ തന്നെ അപ്പം തന്നെ തുടച്ചെടുക്കണം. പിന്നെ അലുമിനിയം പാത്രങ്ങൾ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് എന്തെങ്കിലും ഇട്ടിട്ട് വേണം വെക്കാൻ. കരുതി എൻ്റെ കിച്ചൺ വലിയ സംഭവമൊന്നുമല്ല. പിന്നെ നമ്മുടെ ആഗ്രഹത്തിന് നമ്മുടെ ബഡ്ജറ്റ് നിർത്തിക്കൊണ്ട് എല്ലാം സാധിച്ചെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞു വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.